ഞാൻ തിരിച്ചു വരാം. റോഷി, ഭാഗ്യലക്ഷ്മി കൂടി നമുക്കൊപ്പമുണ്ട്. ഭാഗ്യലക്ഷ്മി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭാഗ്യലക്ഷ്മി, നമ്മുടെ ഒളിക്യാമറയിൽ ഈ പൾസ് സുനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രസക്തമായത് നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ചതും നമ്മൾ സംശയിച്ചതുമായ കാര്യങ്ങൾ, പ്രോസിക്യൂഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസിന് മുന്നിലല്ലാതെ ഇപ്പോൾ ഒരു മാധ്യമത്തിന് മുന്നിൽ അയാൾ ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അറിയാതെ പറയുകയാണ്. അതിലേറ്റവും പ്രസക്തമായ കാര്യങ്ങൾ 1.5 കോടിയുടെ കൊട്ടേഷൻ ആയിരുന്നു. ഇതിൽ എത്ര വാങ്ങി എന്ന് പറയുന്നു. ഇതിൽ മെമ്മറി കാർഡിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സൂചന നൽകുന്നു. ഇതിൽ സമാനമായ രീതിയിൽ മറ്റു നടിമാർ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതൊരു പാറ്റേൺ ആയിരുന്നു എന്നുള്ളത് വളരെ ക്രൂരമായ ഇത്തരം പീഡനങ്ങൾക്ക് മറ്റ് നടിമാരെ കൂടി വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ നടിമാരെല്ലാം അത് പുറത്തു പറയാനാവാത്ത വിധം അവരെ നിശബ്ദരാക്കി എന്നുകൂടി പറയുന്നു. എത്രമാത്രം ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഭാഗ്യലക്ഷ്മി ഇത്? കേസിലെ 1-ാം പ്രതിയുടെ കുറ്റസമ്മതമാണ്, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ. ഇത് നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഇതിന് അകത്ത് പല രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇയാള് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട ഇടത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ്. ഇപ്പൊ അയാൾ റിപ്പോർട്ടർ ചാനലിന്റെ ഒളി ക്യാമറയിലാണ്. അയാൾ അറിയുന്നില്ല നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അയാൾ അറിയുന്നില്ല. ഒരു പുസ്തകം എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് റോഷിപാൽ സമീപിക്കുമ്പോൾ ആദ്യം ഒരു ഗൂഢസങ്കേതത്തിലേക്കൊക്കെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കത്തിയൊക്കെ വെച്ചിട്ടൊക്കെ ഒരു വലിയ ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ട് ഇയാൾ. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ തുറന്നു പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇയാൾ പറയുന്നത് ഈ പുസ്തകത്തിന്റെ സഹായത്തിന് വേണ്ടി. അങ്ങനെ വരുമ്പോ ഇയാള് എന്റെ ഏറ്റവും വലിയ ഒരു ആശങ്ക ഈ വിഷയത്തിൽ, ഇയാൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അയാൾ അറിയാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നിയമപരമായി ഇത് പോലീസുകാർക്കോ ആർക്കോ ഒരു തെളിവായിട്ട് എടുക്കാനും പറ്റില്ല. ഇനി ഇയാളെ വിളിച്ച് വീണ്ടും ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്താൽ ഇയാൾ കോടതിയിലോ പോലീസിന്റെ മുമ്പിലോ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ പുസ്തകം സെൻസേഷനിലാവാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, അത് സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ്, പ്രോസിക്യൂഷനാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് ആകെ പറയാൻ പറ്റുക ഇത്തരമൊരു കുറ്റസമ്മത മൊഴിയായി എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ വിവരങ്ങളെല്ലാം തത്സമയം ഈ കൊട്ടേഷൻ നടത്തിയ സംഘത്തെ അറിയിച്ചുകൊണ്ടിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് ഇയാൾ. ഇയാള് സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇയാൾ ഇത്രയും വൃത്തിയോട് കാണിക്കില്ല. എന്നാലും ഇപ്പോഴെങ്കിലും ഇയാൾക്ക് മനസ്സിനുള്ളിൽ താൻ ചെയ്തത് തെറ്റാണ് എന്നൊരു ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാളിത് കോടതിയിൽ പറയേണ്ട കാര്യമായിരുന്നു. ഇയാൾ ആ തെളിവ് സഹിതം കൊടുക്കണം. ഇപ്പോഴും പണം നൽകുന്നുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറച്ചിൽ നാട്ടുകാർ കേൾക്കാം എന്നല്ലാതെ ഈ കേസിന് എന്ത് ഗുണം ചെയ്യും എന്നുള്ളതാണ് എന്റെ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതൊരു സമാനമായ രീതിയിലുള്ള ഇത്തരം വെളിപ്പെടുത്തലുകൾ ഈ പ്രോസിക്യൂഷന്റെ നിലപാടിന്, കാര്യം പ്രോസിക്യൂഷന്റെ നിലപാടുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് പോലീസിന് കൊടുത്ത മൊഴികൾ കോടതിയിൽ ആവർത്തിക്കാറില്ലല്ലോ. മറ്റിടങ്ങളിൽ ഇതേ കാര്യം ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോസിക്യൂഷന്റെ നിലപാടിനെ ശക്തിപ്പെടുത്തുമെന്നാണ് നിയമപരമായി നമ്മൾ അറിയാൻ സാധിച്ചത്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സഹായം ഈ കേസിന് ലഭിക്കുമെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്ന്. പലരും ഇപ്പോഴും ഇല്ല, അയാൾ നിരപരാധിയാണ്, അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, വേറെ ആരുടെയൊക്കെയോ ഗൂഢാലോചനയാണിത്, ഇയാൾ വെറുതെ അയാളുടെ പേര് പറഞ്ഞതാണ് എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ഒരു ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രഹസ്യ ക്യാമറയിൽ കൂടിയാണെങ്കിൽ പോലും അതിനെല്ലാം അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അയാൾ തന്നെയാണ് എന്നെ കൊണ്ട് ഇത് ജയിച്ചത്, അയാൾ തന്നെയാണ് എനിക്ക് പൈസ തന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തിനാണ് ഇത് പോരാടുന്നത്? കേസ് വിജയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം, അല്ലേ? നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേസ് ജയിക്കുക എന്നുള്ളത്. അപ്പൊ അത് ജയിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഇത് കിട്ടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ രാവിലെ ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ വല്ലാത്ത ഒരു കൂടുതൽ തെളിവുകൾ നമുക്ക് സമാഹരിക്കേണ്ടത് പ്രോസിക്യൂഷന്റേതാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ സാധ്യത എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. നാളെ ഇത് തേച്ചുമായ്ച്ച് കളയപ്പെട്ടാലും, നാളെ ഈ കേസിൽ എന്ത് സംഭവിച്ചാലും ഈ മൊഴികൾ അവിടെയുണ്ട്. ഈ ഒളിക്യാമറയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മധ്യത്തിലുണ്ട്. അത് പോലീസിന്റെ മർദ്ദനത്തിലല്ല, ഏതെങ്കിലും ഭീഷണിയുടെ പുറത്തല്ല, ഏതെങ്കിലും തമാശയ്ക്ക് പറഞ്ഞതല്ല. അയാൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, ഇനി എന്തെല്ലാം കാരണവശാൽ ഇയാൾ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും സത്യം ഇതാണെന്നുള്ള പൊതുസമൂഹം അറിഞ്ഞല്ലോ. യെസ് ഭാഗ്യലക്ഷ്മി, അത് തന്നെയാണ്. നീതിക്ക് വേണ്ടി ചില സാഹചര്യങ്ങളിൽ നമുക്കത് ശ്രമിക്കേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ഭാഗ്യലക്ഷ്മി. ഇത് പൊതുസമൂഹത്തിന്റെ ഒരു ധാരണയായിരുന്നു. പലപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു. ആ സംശയങ്ങളെ കൂടിയാണ് ഇത് അസ്ഥാനത്താക്കുന്നത്.